പുഷ്പ 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 പടം കണ്ടു കണ്ടു കണ്ടു. ഓക്കെ, ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്താണ് KGF 2 ഇറങ്ങിയത്. ആ സമയത്ത് അവരെന്തെടുത്ത് ഇതിൻ്റെ ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ട് അതിനെക്കാട്ടിലും വലിയ രീതിയിലാണ് ഈ പടം സെറ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഷൂട്ട് പിന്നെ റീഷൂട്ട് ചെയ്തതാണ് ഈ ടീംസ്. ചെയ്ത് വന്നപ്പോൾ എന്തുവാ ഉദ്ദേശിച്ചേക്കുന്നത് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. എൻ്റെ പൊന്നോ, കാഞ്ചനയിലെ രാഘവ റോളൻസ് ഉണ്ടല്ലോ, അതിനകത്തൊരു ക്ലൈമാക്സ് ഫൈറ്റ് ഉണ്ടല്ലോ, മറ്റേ ശരത് കുമാറിൻ്റെ സീരീസിലാണ് കേട്ടോ. ആ ഒരു ഫൈറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? എനിക്ക് അതുപോലൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കാഞ്ചന ഒക്കെ ഒരു പ്രേതം കയറുന്നതായിട്ട് പറയും. ഇതെന്തോന്നാന്നേരേ, എനിക്കങ്ങോട്ട് ചിരിച്ച് ഒരു പരുവാവും. ഞാനിങ്ങനെ കടിച്ചു പിടിച്ചിരിക്കുമായിരുന്നു. ഒന്നാമത് ഇത്രയും മണിക്കൂർ ഇരുന്ന് മൂഷിയണം. ഓക്കെ, എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ടോ? അതുമില്ല. രശ്മിക മന്ദാനയ്ക്കാന്ന് തോന്നുന്നു നാഷണൽ അവാർഡ് വേണമെന്ന് പറഞ്ഞതും. ഉറപ്പായിട്ടും കിട്ടും, നല്ല രീതിയിൽ കിട്ടും, അത് ഉറപ്പാണ്. ഫഹദ് ഫാസിൽ കൊള്ളാം, അത്രേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ കാണുന്നവരെല്ലാവരും പോയി എന്തായാലും കാണുക. നമ്മൾ കൂടുതൽ അഭിപ്രായങ്ങളൊന്നും ഇതിനെക്കുറിച്ച് പറയുന്നൊന്നുമില്ല. കാരണം നമ്മളൊരു റിവ്യൂ ഇടാൻ വരുമ്പോൾ ഇങ്ങനെ വലിച്ചു കാട്ടി നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2 മിനിറ്റ്, ആ ഒരു 3 മിനിറ്റിലെ മാത്രമേ റിവ്യൂ പറയാൻ എനിക്ക് താല്പര്യമുള്ളൂ, സത്യം പറഞ്ഞാൽ. പിന്നെ കുറച്ച് ഇമോഷണലും കാര്യങ്ങളൊക്കെ കയറ്റുമൊക്കെ ചെയ്ത് എന്തോ എനിക്കങ്ങോട്ട് ഒട്ടും ഇത് ചെയ്യാൻ പറ്റുന്നില്ല കൂടുതൽ. എന്നാലും നിങ്ങൾ കാണണം. പുഷ്പ ഫസ്റ്റ് കണ്ടവർ എന്തായാലും 2 ആണായിരിക്കുന്നത്, ശരിയൊന്നുമല്ല. എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടാം. പിന്നെ അത് മാത്രമല്ല 3യുടെ ഒരിതും കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ മേല, അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ അതുമില്ല. എന്തായാലും നിങ്ങൾ പോയി കാണും. എൻ്റെ അഭിപ്രായത്തിൽ പോയി പടം കാണണമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാനെന്തായാലും പോയി കണ്ടു. എൻ്റെ അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് ഞാനിവിടെ പറയുന്നില്ല, പറയാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ തെലുങ്ക് പാട്ടൊക്കെ കേട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് മലയാളം ഒന്നും കേൾക്കാൻ പോലും നമുക്കങ്ങോട്ട് സൂഹിക്കത്തില്ല, സത്യം പറഞ്ഞാൽ. അതിൻ്റെ റിലീസ് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ പോലെ ഫീൽ ചെയ്യും. പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മലയാളം ഡബ്ബിങ് എന്നൊക്കെ പറഞ്ഞാൽ എന്ത് രസമായിരുന്നു അറിയാമോ? നിങ്ങൾ തന്നെ എടുത്ത് നോക്കിയാൽ മതി. ഭയങ്കര, നമ്മൾ മലയാളമേ കേൾക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ അല്ലു അർജുൻ്റെ തന്നെ പഴയ മൂവീസ് ആണെങ്കിലും ഏത് തെലുങ്ക് മൂവിയുടെ ആണെങ്കിലും ഇപ്പോൾ അതിനേക്കാളും സെറ്റപ്പും കാര്യങ്ങളും ആയിട്ട് തട്ടിക്കൂട്ട്. നിങ്ങൾ ഈ റിലിക്സൊക്കെ എൻ്റെ പൊന്നോ അടിപൊളിയാണ്, സത്യം പറഞ്ഞാൽ. ഈ പടം കണ്ട സമയത്ത് എനിക്ക് ആ ശ്രീലീലയിലെ ഒരു ഐറ്റം സോങ് ഉണ്ട്. കാരണം അതെങ്കിലും ഇച്ചിരി പ്രതീക്ഷയുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ. പക്ഷെ പാട്ട് കേട്ടപ്പോൾ അതിനോടും ഉള്ള ഇതും പോയി. ഓക്കെ, എന്തായാലും പടം എന്തായാലും നിങ്ങൾ പോയി കാണണം. എന്തായാലും നല്ല പടമാണെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഓക്കെ, കണ്ടിരിക്കാം. ഒരു ആവറേജ് ആണോ അതിൽ താഴെയാണോ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ പടം പോയി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ വന്ന് അങ്ങിട്ടാൽ മതി. എന്നാലും എൻ്റെ ഡയറക്ടർ സുകുമാരെ, നിങ്ങൾ എന്ത് ചെയ്താടോ ചെയ്ത് വെച്ചെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഓക്കെ, പിന്നെ DSP ആണ് മ്യൂസിക് ഡയറക്ടർ. എൻ്റെ പൊന്നെണ്ണ കോപ്പിയടിയൊക്കെ കുറച്ച് നിർത്തുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഒരു ചെറിയ രീതിയിലോട്ട് ഞാനിവിടെ അങ്ങ് പറയുന്നില്ല, കൂടുതലായിട്ട് വലിച്ചു നീട്ടുന്നില്ല. ബൈ ഗൈസ്, ലവ് യു ഓൾ. എന്തായാലും